तो बच्चों, इस वीडियो में आपने किन किन को देखा? हाँ, सही कहा, ये सभी लोग हमारे स्वतंत्र सेनानी लोग हैं। इन्होंने हमारी आज़ादी में अपना अहम हिस्सा दिया था। हाय बच्चों, नमस्कार। आप सभी लोग कैसे हो? आशा करता आप सभी लोग बढ़िया होंगे। तो आज फिर से हम हाजिर हुए एक नया पाठ भाग लेके। पाठ का नाम है गांधी जी की नमक कथा। इसमें गांधी जी के बारे में तो आप सभी लोग जानते ही होंगे ना। हाँ, गांधी जी ने हमें आज़ादी दिलाई थी, है ना। तो ऐसे ही बहुत सारे सेनाओं ने हमें गांधी की तरफ आज़ादी दिलाई थी। तो आज हम उनके बारे में इस लेख में सीखेंगे. तो പിന്നെ ഓർക്കിൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ E4 എഡ്യൂക്കേഷനിൽ. ഇന്ന് നമ്മളൊരു പുതിയ പാഠഭാഗമായിട്ടാണ് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പാഠഭാഗത്തിൻ്റെ പേരാണ് ഗാന്ധിജി കി നമക് കഥ. ഈ കഥയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, അതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പ്രയത്നമായ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗാന്ധിജി കി നമക് കഥ. ഗാന്ധിജി കി നമക് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എന്താണ്? ഉപ്പ്. കഥ എന്ന് പറഞ്ഞാൽ കഥ. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? ഉദയൻ വാജ്പേയി എന്ന് പറഞ്ഞ ആളാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിനി പാഠഭാഗം നോക്കാം. एक राजा के 3 बेटियां थी. तुम चाहे तो उस राजा की 4 बेटियां भी हो सकती है. इसी कहानी में അപ്പം എന്താണ് പറയുന്നത്? एक राजा के 3 बेटियां थी. ഇപ്പം एक राजा के ഒരു രാജാവിന് 3 बेटियां थी. 3 എന്ന് പറഞ്ഞാൽ 3. बेटियां थी 3 പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബേട്ടിയ എന്ന് പറഞ്ഞാൽ പെൺമക്കൾ. തും ചാഹേ തോ ഉസ് രാജാ കി 4 ബേട്ടിയാ ഭി ഹോ സക്തി ഹൈ. ഇനി നിങ്ങൾ വിചാരിക്കുക, തും ചാഹോ തോ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ രാജാവിന് 4 പെൺകുട്ടികൾ വേണ്ട ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇസ് കഹാനിമേ ഈ കഥയിൽ രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉൻനെ കിത്നാ പ്യാർ കർത്തി ഹെ. രാജാവിൻ്റെ പെൺമക്കളോട് ചോദിച്ചു അവരൊക്കെ അവരുടെ പിതാവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. കിത്നാ പ്യാർ കർത്തി ഹെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പെഹ്ലീനെ കഹ ആദ്യത്തെ കുട്ടി പറഞ്ഞു, മേ തുമേ ഉത്നാ സാരാ പ്യാർ കർത്തി ഹൂ ജിത്നാ ബഡാ സൂരജ് ഹെ. ആദ്യത്തെ കുട്ടി എന്താ പറഞ്ഞ്? മേ തുമേ ഉത്നാ സാരാ പ്യാർ കർത്തി ഹൂ, ഞാൻ നിങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്നു. എത്ര? ജിത്നാ ബഡാ സൂരജ് ഹെ, സൂര്യൻ എത്ര വലുപ്പമുണ്ട് അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ തലയാട്ടി. സിർ ഹിലാ ദിയ എന്ന് പറഞ്ഞാൽ തലയാട്ടി. ദൂസരീനെ കഹ മേ തുമേ ഉത്നാ ചാഹത്തി ഹൂ ജിത്നാ ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹേ. ആ നിങ്ങളെ ഇത്രയും സ്നേഹിക്കണം. എത്രത്തോളം നക്ഷത്രങ്ങളും ചന്ദ്രനും ആകാശത്തുണ്ട് അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്താണ് പറഞ്ഞ്? എത്രത്തോളം നക്ഷത്രങ്ങളും ചന്ദ്രനും ആകാശത്തുണ്ട്. ആസ്മാൻ എന്ന് പറഞ്ഞ ആകാശത്തുണ്ട്, അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലായ, വീണ്ടും സന്തോഷത്തോടെ തല കുണുക്കി. ഓർ തീസരി ബേട്ടിക്ക് തരഫ് ദേഖ, പിന്നെ മൂന്നാമത്തെ മകളുടെ ഭാഗത്തേക്ക് നോക്കി. തരഫ് ദേഖ ഭാഗത്തേക്ക് നോക്കി. തീസരി ചുപ് ഖടി ഥി, മൂന്നാമത്തവൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ചുപ് ഖടി ഥി എന്ന് പറഞ്ഞാൽ മിണ്ടാതെ. വോ ബോലി മേ തുമേ ഖാനെ മേ നമക് ജിത്നാ പ്യാർ കർത്തി ഹൂ. എന്താ പറഞ്ഞേ? മേ തുമേ ഞാൻ നിങ്ങളെ ഖാനെ മേ ഭക്ഷണത്തിൽ എത്രത്തോളാണ് ഉപ്പുള്ളത് അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്താണ് മൂന്നാമത്തെ മകള് പറഞ്ഞ്? ഭക്ഷണത്തിൽ എത്രത്തോളം ഉപ്പുണ്ട് അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കഹാനി ലംബി ചൽത്തി രഹി, ഈ കഥ ഇങ്ങനെ തുടർന്നും കൊണ്ടിരുന്നു. പേലെ രാജാക്കോ യേ ജവാബ് പസന്ദ് നഹി ആത്ത. ആദ്യം രാജാവിന് ഈ മറുപടി, മൂന്നാമത്തെ മകള് മറുപടി ഇഷ്ടപ്പെട്ടില്ല. പസന്ദ് നഹി ആത്ത എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്തമേ, പക്ഷേ കഥയുടെ അവസാനം വ രാജ ഖാനെ മേ തഥാ ജീവൻ മേ
नमक के महत्व को समझ जाता है. ആ രാജാവിന് ജീവിതത്തിലും അതേപോലെ തന്നെ എന്താണ് പറയുക, ഉപ്പിൻ്റെ മഹത്വം എന്താണുള്ളതും മനസ്സിലായി അറിയണം. നമക്കേ മെഹത്വം, ഉപ്പിൻ്റെ മെഹത്ത് എന്ന് പറഞ്ഞാൽ മഹത്വം. സമസ് ജാത്ത ഹൈ, സമസ് ജാത്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായി. തബ് അപ്നി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹര കോ സമസ്താ ഹൈ. അപ്പം എന്താ പറയുന്നത്, തബ് അപ്നി, അപ്പോൾ അയാളുടെ അർച്ച രാജാവിൻ്റെ ചോട്ടി ബേട്ടി, ഏറ്റവും ചെറിയ മകളുടെ സ്നേഹത്തിൻ്റെ ആരം, ഗഹരായി, ഗഹരായി എന്ന് പറഞ്ഞാൽ ആരത്തെ രാജാവിന് മനസ്സിലായി. तुम ध्यान से पढ़ो तो पाओगे ये कहानी ना तो राजा की है ना उसकी पसंद की. ये कहानी ना उसकी बेटियों के बारे में है ना उनके कहने के बारे में. ഇനി എന്താണ് ലേഖക നമ്മളോട് പറയുന്നത്? തും ധ്യാൻ സേ പഠോ, നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കഥ, കഹാനി, ഈ കഥ നാത്തോ രാജാക്ക്, രാജാവിൻ്റെ കഥയല്ല, നാ ഉസ്കി പസന്തി, രാജാവിൻ്റെ ആഗ്രഹത്തിൻ്റെ അല്ല, പസന്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ളതുമല്ല. കഹാനി നാ ഉസ്കി ബേട്ടിയോ കെ ബാരേമേ, അവരുടെ പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ളതുമല്ല. നാ ഉൻകെ കഹനെ കെ ബാരേമേ, അവർ എന്താണ് പറഞ്ഞ് അതിനെ കുറിച്ചിട്ടില്ല. നമക്കി കഹാനി ഹേ, ഇത് ഉപ്പിൻ്റെ കഥയാണ്. എന്തിൻ്റെ കഥയാണ് ഇത്? ഉപ്പിനെ കുറിച്ചുള്ളൊരു കഥയാണ്. മഹാത്മാഗാന്ധി നബി एक नमक की कहानी लिखी थी. നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയായിരുന്നു. एक नमक की कहानी लिखी थी, लिखी എന്ന് പറഞ്ഞാൽ എഴുതിയായിരുന്നു. वो कहानी उन्होंने बोलकर नहीं लिखी. ആ കഥ എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടല്ല എഴുതിയേ. वो कहानी उन्होंने चलकर लिखी थी. എങ്ങനെയാണ് എഴുതിയായിരുന്നത്? ചൽക്കർ, നടന്നും കൊണ്ടാണ് എഴുതിയത്. वो कहानी उन्होंने सैकड़ों मील चलकर लिखी थी. ആ കഥ അവർ എന്താണ് 100ഓളം മൈൽ നടന്നും കൊണ്ടാണ് എഴുതിയത്. സേക്കടോ എന്ന് പറഞ്ഞാൽ 100ഓളം മൈൽ അകലം നടന്നും കൊണ്ടാണ് എഴുതിയത്. വേ ഉനക്കെ സാത്ത് ചലെ രഹേ ദേശ് ഭർ കെ ലോഗോ നെ ലിഖി थी. ഈ കഥ എന്ന് പറയുന്നത് അവരുടെ ഒപ്പം നടന്ന ഓരോ ദേശക്കാരുമാണ് എഴുതിയിരിക്കുന്നത്. के लोगों ने लिखी थी. वे सब हमारे देश में अंग्रेज द्वारा की जा रही अंधाधुन लूट से चिंतित थे. ഇവരെല്ലാവരും വേ സബ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഹമാരെ ദേശമേ, നമ്മുടെ രാജ്യത്ത് അംഗ്രേജോ ധാര എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, അംഗ്രേജോ ധാര കീ ജാരി അന്ധാധുൻ ലൂട്ട്, എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന കൊള്ളയ്ക്ക് എതിരെ ചിന്തിട്ടേ, അവരിവിടെ കൊള്ളയടിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് അവരെല്ലാവരും ചിന്തിതമായിരുന്നു. ജോ ഹമാരെ ദേശോ അംഗ്രേജോ കെ ചുങ്കൽ സെ ചുടാൻ ചാഹത്തെ, അവരെല്ലാവർക്കും എന്താ ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ രാജ്യമായ ഭാരതത്തിനെ ഈ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് മോചനം നൽകി കൊടുക്കണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചു. ചുടാനാ ചാഹത്തെ, എന്ന് പറഞ്ഞാൽ മോചനം നൽകി കൊടുക്കുക. जिन्होंने भारत देश को नई तरह से चलने का सपना आंखों में लिया था. അവർ പുതിയൊരു രീതിയിൽ ഈ ഭാരതത്തിനെ മുമ്പിലേക്ക് നയിക്കാനുള്ള സ്വപ്നങ്ങൾ അവരുടെ കണ്ണിൽ നിറവേറ്റിയും കൊണ്ടാണ് അവർ ഈ ഒരു പ്രയത്നത്തിന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഉൻ ദിനോ അംഗ്രേജോ ने भारत में नमक पर टैक्स लगा रखा था. ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിനേക്കാൾ മുമ്പേ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ എന്ത് ചെയ്തു? ഉപ്പിന് ടാക്സ് ലഗാറക്കാത്ത, ഉപ്പിന് ടാക്സ് ഈടാക്കാൻ തുടങ്ങി. ലഗാറക്കാത്ത ടാക്സ് ഈടാക്കാൻ തുടങ്ങി. ഇസ്സെ നമക് ബഹുത്ത് മെഹങ്ക हो गया. അതുകൊണ്ട് തന്നെ ഉപ്പിനൊക്കെ വില കൂടി. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. ഇനിയോ ഉപ്പിന് വില കൂടെ മാത്രമല്ല, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഭാരതത്തിലെ ആരെങ്കിലും ഉപ്പ് നിർമ്മാണം ചെയ്യുകയാണെന്ന് വെച്ചാൽ അവരൊക്കെ തടഞ്ഞു വെക്കുകയായിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത ഉസേ സജാ ഹോ സക്തി थी. ഇനി ആരെങ്കിലും ഈ ബ്രിട്ടീഷുകാർക്കൊക്കെ എതിരെ പോയിട്ട് ഉപ്പ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ, അവരുടെ സ്വയമായിട്ട് അവരുടെ കടലിന് ഉപ്പ് നിർമ്മിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് കർശനമായ തടവ് അല്ലെങ്കിൽ എന്താണ് പറയുക, അവരെ ജയിലിൽ ഒക്കെ പിടിച്ചിടുന്നാണ് പറഞ്ഞ്. ഹോ സക്തി थी, അവർക്ക് എന്താണ് തടവ് എന്താണ് പറയുക, തടവ് കിട്ടുമെന്നാണ് പറയുന്നത്. ഗാന്ധിജി സാലോ പഹലെ അപ്നെ കുछ साथियों के साथ, ഗാന്ധിജി
കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പനെ കുറിച്ച് സാത്തിയോ കെ സാത്ത് അവരുടെ കുറച്ച് കൂട്ടുകാരെ കൂട്ടി അഹമ്മദാബാദ് സെ പേദൽ ഡാണ്ടി നാമക്കെ സമുദ്ര കിനാരേക്ക് ഗാവ് ചൽ പടേ. എന്താണ് അഹമ്മദാബാദിലെ ഡാണ്ടി എന്ന പേരുള്ള കടൽ തീരത്തേക്ക് നടന്നു. वे वहां जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. എന്തായിരുന്നു ഗാന്ധിജി ആഗ്രഹിച്ചായിരുന്നത്? വേ വഹാ ജാക്കർ അവിടെ പോയും കൊണ്ട് സമുദ്ര കെ പാനീസെ കടലിലെ വെള്ളം കൊണ്ട് എന്താണ് ഖുദ് നമക് ബനാക്കർ സ്വയം ഉപ്പ് നിർമ്മാണം ചെയ്ത് അംഗ്രേജോങ്ക കാലാക്കാണ് ഈ ബ്രിട്ടീഷുകാരുടെ എന്താണ് പറയുക ക്രൂരമായ ഈ ഒരു എന്താണ് പറയുക നമ്മളുടെ കാനൂൺ എന്ന് പറഞ്ഞ ഈ ഒരു ചിട്ടയെ പൊളിക്കാനാണ് അവർ നോക്കിയത്. അടിച്ച ഒരു എന്താണ് പറയുക ഓർഡറൊക്കെ നമ്മൾ കൊടുക്കില്ലേ, അപ്പോൾ ആ ഓർഡറൊക്കെ പൊളിക്കാനാണ് ശ്രമിച്ചത്. ഗാന്ധിജി 3 ഹഫ്തോൻ സെ ഭി അധിക് പദൽ ചലത്തെ രഹേ. ഗാന്ധിജി എന്ത് ചെയ്തു? 3 ആഴ്ചകളേക്കാളും അധികം എന്താണ് പാദൽ ചലത്തെ രഹേ, ഇങ്ങനെ നടന്നും കൊണ്ടേയിരുന്നു. പാദൽ ചലത്തെ രഹേ എന്ന് പറഞ്ഞാൽ നടന്നും കൊണ്ടേയിരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആക്കർ ജുഡ്തേ ഗഹേ. അപ്പം ഇയാളുടെ ഈ എന്താണ് പറയുക യാത്രയിൽ ദേശ് ഭർ സെ ലോകമെമ്പാടുന്നും ആൾക്കാർ അയാളുടെ ഈ വിപ്ലവത്തിൽ ഇയാൾ ചെയ്യുന്ന ഗാന്ധിജി ചെയ്യുന്ന ഈ വിപ്ലവത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഇസ് തരഹ ജബ് വേ ഡാണ്ടി പहुंचे, ഈ പ്രകാരം ഗാന്ധിജി ഡാണ്ടി കടലിൻ്റെ തീരത്തേക്ക് എത്തിയപ്പോൾ ഉൻകെ സാത്ത് ഹജാരോ ലോഗ് थे, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. जो समुद्र के पानी में घुले नमक को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे. और എന്താണ് ആഗ്രഹിച്ചായിരുന്നത്? ഈ ആയിരക്കണക്കിന് ആൾക്കാർ जो समुद्र के पानी में घुले नमक को കടലിൻ്റെ വെള്ളത്തിൽ അലിഞ്ഞ ഉപ്പിനെ പുറത്തു കൊണ്ടെന്ന് അംഗ്രേജോങ്ക കാനൂൺ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചിട്ടയെ പൊളിക്കാൻ തീരുമാനിച്ചു. തോടുന്ന പറഞ്ഞാൽ പൊളിക്കുക. ഇസ്സെ ഭാരത് പേ അംഗ്രേജോं की पकड़ ढीली पड़ी. ഇപ്പം എന്ത് സംഭവിച്ചു? അതും കൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ഭാരതത്തിന് മുമ്പിൽ ബ്രിട്ടീഷുകാരുടെ അധികാരം എന്താണ് പറയുക പതുക്കെ ഇല്ലാതെയാവാൻ ധീലിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പതുക്കെ ഇല്ലാതെയാവാൻ തുടങ്ങി. രാഷ്ട്രമേ കൈയും ഗാവും പടേ. ഈ യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ വഴി വക്കലൊക്കെ ഒരുപാട് ഗ്രാമങ്ങൾ വന്നു. ഗാന്ധിജി और उनके साथी जहाँ भी रुकते, എവിടൊക്കെ അവർ നിന്നു ഗാം വാലെ പൂരെ മനസ്സേ ഖനാനല്ലേ, ആ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ അവരെ നിറഞ്ഞ മനസ്സും കൊണ്ട് അവർക്ക് ഭക്ഷണം നൽകി. വേ സബി ലോക് രാത് കിസി ഗാം മേ കാർത്തെ. അവരെല്ലാവരും അവരുടെ രാത്രികൾ ഏതെങ്കിലും ഗ്രാമത്തിലായിരുന്നു ചെലവാക്കിയാർന്ന്. ഓർ സുബേ ഫിർ ചെലപ്പെടുത്തെ. രാവിലെ ആയ വീണ്ടും ഈ യാത്ര തുടരും. ഡാണ്ടി പहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार देखा. ഡാണ്ടി കടലിന് തീരത്തേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും എന്താണ് ആകാശം പോലെ പരന്ന് ആ കടലിൻ്റെ വിസ്തീർണം അവർ കണ്ടു. ലഹരെ ദിഖി, തിരമാലകൾ കണ്ടു. ലഹരോമെ ചമക്ത സൂരജ് ദിഖ, തിരമാലകളിലെ തലങ്ങന്ന സൂര്യപ്രകാശം കണ്ടു. സൂരജ് ദിഖ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം. കിനാരെ കെ ഗഡ്ഢോമെ നമക് സെ ഗടാ ഹുവ പാനി ഓർ അപ്നെ ആപ് ബനാ നമക് ദിഖ. ആ കടൽ തീരത്ത് അവർക്ക് ഘഡ്ഡോമേ, ഘഡ്ഡോ എന്ന് പറഞ്ഞാൽ കുറികളിലൊക്കെ നിറഞ്ഞ ഉപ്പ് വെള്ളവും അതേപോലെ തന്നെ ഉപ്പും കണ്ടു എന്ന് പറഞ്ഞാൽ നമക് ദിഖ, ഉപ്പ് കണ്ടു. ഉൻ സഭി കോ ഗാന്ധിജി ने यहाँ लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. അപ്പോൾ അവരെന്താണ് ഉൻ സബിക്കോ അവരെല്ലാവരെയും ഗാന്ധിജി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഡാണ്ടി കടലിൻ്റെ തീരത്തേക്ക് കൊണ്ടുവന്ന് ദേശക്കോ ഈ ദേശത്തെ വെച്ചാൽ ഭാരതദേശത്തിന് അംഗ്രോജോൻ സെ മുക്ത ഹോനെ എന്താണ് പറയുക ബ്രിട്ടീഷ് ഭരണത്തിന് മുക്തി എങ്ങനെയാണ് നൽകാനല്ലേ എന്നെ കുറിച്ചിട്ടൊരു ഒരു മാർഗം അവർക്ക് കാണിച്ചു കൊടുത്തു. ഹമാരെ ദോസ്ത് ഓർ കഹാനിക്കാർ അനന്തമൂർത്തി कहते हैं. നമ്മളുടെ കൂട്ടുകാരനും അതേപോലെ തന്നെ കഥാകാരനുമായ അനന്തമൂർത്തി ഇങ്ങനെ പറയുന്നു. कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया. ഗാന്ധിജി കടൽ തീരത്ത് എന്താണ് കൈ മുഷ്ടിയിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് ദേശ് ആസാദ് ഹോനെ കാ രാസ്ത ഖോൽ ദിയ. അവരെന്താ ഈ ദേശത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള വരികൾ തുറന്നു.
17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. 17 വർഷങ്ങൾക്ക് ശേഷം ഈ മാർഗത്തിൽ അർച്ച ഈ വിപ്ലവ മാർഗത്തിൽ നടന്നുകൊണ്ട് നമ്മൾ എന്താണ് സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഇസ് കഹാനി ഓർ ബി കൈ ഭീത്രി ഘുമാവ് ഹെ. ഈ കഥയിൽ ഇനിയും കുറേ ചുരുളുകൾ അഴിയാണ്ട്. ഭീത്രി ഘുമാവ് ഹെ. ഘുമാവ് ഹെ എന്ന് പറഞ്ഞാൽ ചുരുളുകൾ. തും വോ സബ് ഖുദ് ഖോജോ. നിങ്ങളിത് സ്വയം തറിയൂ. ഖുദ് യെ ഖോജോ. സ്വയം തറിയൂ. ഈ ഹം കിൻ കിൻ രാഷ്ട്രോം സെ അംഗ്രേജോं से जंगल से छूटे. നമ്മൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയ, സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം മഹത്വം ഉണ്ടെന്നാണ് ഈ ഒരു കഥയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ ലേഖനം ഉദ്ദേശിച്ച്. അപ്പോൾ വീണ്ടും പുതിയ ഒരു പാഠഭാഗമായി നമ്മൾക്ക് കാണാം.